ഹലോ ഗൈസ്, പേളിമാണിയാണ് പെട്ടു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലാകാത്തതുണ്ട് കേട്ടോ. അവരുടെ ഫ്രീഡം സ്പീച്ച് അല്ലേ, അവർക്ക് പറയാനുള്ളത് അവർക്ക് പറഞ്ഞൂടെ? ഇതെന്താണ് ഇങ്ങനെ? മൊത്തം കൺഫ്യൂഷനായി. പേളിമാണിയെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. പേളിമാണിക്കെതിരെ ഒരു ചെറുവിരൽ പോലും ആരും അനക്കത്തില്ല. എല്ലാവർക്കും അത്രയും ഇഷ്ടമാണ്. എല്ലാവരെയും കൺസേൺ ചെയ്തുകൊണ്ട് നല്ല ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച് നടക്കുന്ന ഒരു പ്രത്യേക തരം സാധനമാണ് പേളിയെ കയ്യോടെ പൊക്കിയത് ഈ ഒരു വിഷയത്തിലാണ്. നല്ല രീതിയിൽ എക്സ്പോസ് ആയിട്ടുണ്ട് പുള്ളിക്കാരത്തി എന്നുള്ളത്. ഇതിലെന്താ എക്സ്പോസ് ആവാതിരിക്കുന്നത്? ബച്ചാ പാർട്ടി അഥവാ കോക്രോച്ച് ജനതാ പാർട്ടിയെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നല്ലവരാകൂ എന്നുള്ളതാണോ എന്നുള്ള ചോദ്യം വരാം. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു എക്സ്പ്ലനേഷൻ തരാം. അപ്പോൾ ഒത്തിരി പേര് എക്സ്പ്ലെയിൻ ചെയ്താണ്, നിങ്ങൾക്ക് ഏകദേശം വിവരം കിട്ടിക്കാണും. എന്നാലും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ മോദിജി എന്നെ ഒരു സംഗതി എടുത്ത് വെച്ച് പുള്ളിക്കാരത്തി ഇങ്ങോട്ട് ഷെയർ ചെയ്തു. മോദിജി ഈ ഒരു ബച്ചാ പാർട്ടി നടത്തുന്നത് എനിക്ക് മനസ്സിലായി, ഐ അഗ്രീഡ്, ഐ അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടല്ലോ, ഇതെടുത്ത് പുള്ളിക്കാരത്തി ഇങ്ങോട്ട് ഷെയർ ചെയ്തു. എല്ലാവരും ഉണ്ടായിരുന്ന മിണ്ടാതൊരു മൂല്യം കുത്തിയിരുന്നാൽ പോരായിരുന്നു. ഷെയർ ചെയ്ത ശേഷം അതെന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോദി സർക്കാരിനെ എതിർക്കാൻ താല്പര്യമില്ലാത്തവർ ഈ സോഷ്യൽ മീഡിയയിലുണ്ട്. സോഷ്യൽ മീഡിയയിലെന്നല്ല, പൊതുവിലുണ്ട്. ഈ മോദി സർക്കാർ അത്രത്തോളം സപ്പോർട്ട് ചെയ്യും എന്നൊരു പ്രതീക്ഷയുള്ള കുറേ പേരുണ്ട്. അവർക്ക് ദീർഘവീക്ഷണമൊന്നുമില്ല, പ്രസൻറ്റിലാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് ഇപ്പോഴുള്ള കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് പോകണം. ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ ചുറ്റുവട്ടം എന്നതിനപ്പുറം അവർ സൊസൈറ്റിക്ക് വേണ്ടി ഒന്നും ചിന്തിക്കുന്നില്ല. ആക്ച്വലി ഇൻഫ്ലുവൻസർ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു അത്രയധികം ആൾക്കാർക്ക് താല്പര്യമുണ്ടായിട്ട് അവരെല്ലാവരും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഷീസ് എൻ ഇൻഫ്ലുവൻസർ എന്നതിനപ്പുറം അവർക്ക് സത്യത്തിൽ ഒരു കമ്മിറ്റ്മെൻറ്റും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇത്രയും പേര് നമ്മളെ ഫോളോ ചെയ്യുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വ ബോധം ഉണ്ടെന്നുള്ളത് ഒരു സാമാന്യ ബോധമാണ്. അത് ആ സ്ത്രീക്ക് ഇല്ല. അതാണ് നടന്നത്. അപ്പോൾ ഇത്രയും പേരെന്താണ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒബിയസ്ലി അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഫാമിലിക്കാണ്. ഫാമിലി ബ്ലോഗേഴ്സിന് നല്ല അക്സെപ്റ്റൻസ് ആണ് സോഷ്യൽ മീഡിയയിൽ. കുട്ടികളെ എങ്ങനെ വളർത്താം, കുട്ടികളെ എങ്ങനെ പരിചരിക്കാം, കുട്ടികളെ എങ്ങനെ നോക്കാം, ഇതൊക്കെയാണ് അവരുടെ ഒരു കണ്ടന്റ്. അതിൻ്റെ ഒപ്പം തന്നെ അവർ സിനിമ ഫീൽഡിലുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ നല്ല ഹൈപ്പ് കിട്ടിയ സാധനങ്ങളാണ്. അതിൽ കൂടെയുള്ള വരുമാനമാണ് അവരുടെ ജീവിതവും. അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ അപ്പ് ആൻഡ് ഡൗൺസ് നോക്കും. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. ടോവിനോ ഒരു അഭിപ്രായം ഒന്ന് പറഞ്ഞു തീർന്നു, അത്രയും ഓർമ്മയുള്ളൂ. പുള്ളി എയർലൈറ്റാണ്, ബഹിരാകാശത്തെ കണ്ട നിൽക്കുകയാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഇത് വേർഷൻസ് ഉണ്ട് കേട്ടോ. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ, അങ്ങനെ ത്രെഡ്. ഇപ്പോൾ ത്രെഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻസ്റ്റ ഏകദേശം ഒരേ ലെവലാണ്. പക്ഷേ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം തീവ്രമായിട്ടുള്ള RSSകാരുടെയും ശങ്കികളുടെയും ഒരു കേന്ദ്രമാണ്. അവിടെ ഇങ്ങനെ ഒരെണ്ണം കിട്ടിയാൽ കൊല വിളിക്കും, ഒരു തർക്കമില്ല. നമുക്കൊക്കെ കിട്ടുന്നത് ചെവിയേക്കാമേ അമ്മാതിരിയാണ്. അപ്പോൾ യൂട്യൂബ് കുറച്ചുകൂടെ കംഫർട്ടായിട്ടുള്ള ഒരു മീഡിയമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, മീ മൈസെൽഫ് കേട്ടോ. പിന്നെ പേയ്മെൻറ്റ് നല്ലപോലെ തരുന്നതും യൂട്യൂബാണ്. പുള്ളിക്കാരത്തി ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ നേരെ കൊണ്ടുപോയി ഇട്ടുകൊടുത്തത് എവിടെയാണ്? ഇൻസ്റ്റയിലാണ്. ഇൻസ്റ്റയിലുള്ള കൊച്ചുങ്ങൾ ഉൾപ്പെടെ ഇത് കണ്ടിട്ട് അന്തം വിട്ടിട്ട് നിങ്ങൾ ഇതിനെതിരാണോ എന്നുള്ള ഒരു ടൈമിൽ കമൻസ് ഇടാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ പുള്ളിക്കാരത്തിക്ക് അബദ്ധം പിടികിട്ടി. ഞാൻ പണി വാങ്ങിച്ചു എന്നുള്ളത് മനസ്സിലായി, ഞാൻ ചങ്കിടിയാണെന്ന് കൈയോടെ പിടികെട്ടു എന്നുള്ളത് അവർക്ക് മനസ്സിലായി. ഇത് പൊളിറ്റിക്കൽ ഒരു ഇഷ്യൂ അല്ല ആക്ച്വലി. പേളിമാണി നോക്കുമ്പോൾ സമൂഹത്തിൽ ആർക്കാണ് അക്സെപ്റ്റൻസ് കിട്ടുന്നത് അവർക്കൊപ്പം നിൽക്കുകയാണ്. അതായത് ഒരു പ്രത്യേകതരം ഒരു നിറമാണ് ഇത്തരക്കാർക്ക്. അവർക്ക് ഒറ്റ കൺസേണേ ഉള്ളൂ, എങ്ങനെയായിരുന്നാലും എനിക്ക് കിട്ടണം. അതാണ് പുള്ളിക്കാരത്തിയുടെ ഒരു കൺസേൺ. ആർക്കെന്തെന്നല്ല, സൊസൈറ്റി ഇപ്പോൾ പ്രസൻറ്റ് കണ്ടീഷനിൽ ആരാണ് നിൽക്കുന്നത് അവർക്കൊപ്പം നിൽക്കുക, ആർക്കാണ് ഗ്രൗണ്ട് സപ്പോർട്ടുള്ളത് അവർക്കൊപ്പം നിൽക്കുക. അതാണ് പുള്ളി അവിടെ ഫോളോ ചെയ്തതെന്ന് തോന്നുന്നു. അല്ലാതെ സംഗീതയാണോ എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഭാഗമില്ല കേട്ടോ. അവർക്ക് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ കാഴ്ചപ്പാടുള്ളതായിട്ട് ഇതുവരെ അവരെവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരാത്തെടുത്ത് അവർക്ക് അങ്ങനെ ഒരു വശമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇനി ഇതിനകത്ത് ആദ്യം കമൻസിനെ പേടിച്ചിട്ട് ഇട്ട വീഡിയോ സ്പെസിഫിക് ആ ഒരു പോസ്റ്റ് അവർ ഡിലീറ്റ് ചെയ്യുന്നു. എഗെയിൻ ഒരു എക്സ്പ്ലനേഷൻ നോട്ട് എഴുതി അങ്ങ് ഇടുന്നു. ഒരു 4 പേജോളം വരുന്ന ഒരു നോട്ട് അങ്ങോട്ട് എഴുതിയിടുന്നു. പക്ഷേ വിടുവോ? ആദ്യം തന്നെ ഇവർ ഇട്ട പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതിൽ തന്നെ ഇവർ പിടിപെട്ടു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവർ ഡിലീറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കിയവർ ഈ 4 പേജും എടുത്തു വെച്ചിട്ട് അങ്ങനെ തുടങ്ങി. അപ്പം വീണ്ടും ഇവരുടെ ആക്രമണം സഹിക്കാൻ വയ്യാതായപ്പോൾ ഇവരെന്ത് ചെയ്തു? കുറേ പേരെയൊക്കെ ഇവർ ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങി. നല്ല കമൻസ് മാത്രം ഇവിടെ എന്ത് ചെയ്യുക, ബാഡ് കമൻസിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക കളി. പക്ഷെ അതിലും ഇവർ പിടിപെട്ടു. ഈ നല്ല കമൻസ്, ബാഡ് കമൻസ് എന്ന് വെച്ചാൽ മോശം തെറികളല്ല കേട്ടോ, അത്യാവശ്യം അഭിപ്രായങ്ങളാണ് പറഞ്ഞത്, ഷെയ്മോണിയോ അങ്ങനെയൊക്കെ ഉള്ളത്. അതൊക്കെ ഇട്ടവർക്ക് കമൻറ്റ് ബോക്സ് എന്ന് അവരെ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തപ്പം അതിൻ്റെ ഒരു വേദനയിൽ അവർ പോയി വീഡിയോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറേ പേര് വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് പേളിമാണി പെട്ടു. കാരണം അഭിപ്രായം പറയാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തിനെയാണ് പേളിമാണി വിലക്കിയത്.
എന്നിട്ട് പേളി മാണി അവരെ ബ്ലോക്കും കൂടെ ചെയ്തപ്പം ആ ഒരു ദേഷ്യം, നമുക്കവിടെ കമൻറ്റ് ബോക്സിൽ രണ്ടങ്ങ് പറഞ്ഞാൽ തീരുന്ന ദേഷ്യം, അവർ പോയി അവരുടെ ചാനലിൽ കൂടെ വീഡിയോ എടുത്തിടുന്നതിലും ആ വീഡിയോ വൈറലാകുന്നതിലും അത് മില്യൺ വ്യൂ പോകുന്നിടത്തിലും പേളി മാണി ശരിക്കും കിണിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. അതിനുശേഷമാണ് പുള്ളിക്കാരത്തി ഒരു പോസ്റ്റ് അങ്ങോട്ട് ഇട്ടിട്ടുള്ളത്. ആ പോസ്റ്റിനകത്തുള്ളതായത് പിന്നെ ന്യായീകരണ പോസ്റ്റ് ഇഷ്ടം പോലെ വരും, ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ആദ്യം ആ 4 എണ്ണം ഇടുന്നതിനകത്തും ഒരു ഓറഞ്ച് കളർ വട്ടമുണ്ട്. ആ വട്ടത്തിനകത്ത് പുള്ളിക്കാരത്തി പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു സാധനം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ലവ് RSS സാധനം എന്നുള്ളതാണ്. അതിനൊരു കൺക്ലൂഷൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സംഗതി നമ്മളുടെ ദേശീയ പതാകയിലും ഉണ്ടെന്ന്. ദേശീയ പതാകയിൽ വെള്ളയും പച്ചയും കൂടെ ഉണ്ട്, അത് വേണ്ടായിരിക്കും. അത് വെള്ളയും പച്ചയും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഇഷ്ടപ്പെടണമെന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടപ്പെടുന്ന കളർ ഉണ്ടാവത്തില്ല. വെളിമണിക്ക് ഈ കളറായിരിക്കും ഇഷ്ടം, അത് ഇഷ്ടപ്പെട്ടോട്ടെ, അതിനിപ്പോൾ എന്താ. ഇപ്പോൾ ലാസ്റ്റ് വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. ബാക്കിയൊന്നും നമ്മൾ നോക്കുന്നില്ല, അതിനകത്ത് നമ്മളൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ഇതൊന്ന് വായിക്കാം. മൈ പോസ്റ്റ് ഷുഡ് ഹാവ് കം വിത്ത് എ ട്രിഗർ വാർണിംഗ്. ഐ ഗെസ് അവൾ അങ്ങനെ വിചാരിക്കുകയാണ്. എല്ലാവർക്കും ഇതൊരു ട്രിഗർ പോയിന്റിലേക്ക് എൻ്റെ ഈ പോസ്റ്റ് കൊണ്ടുപോയോ ഇല്ലെന്ന് അവർ ചിന്തിക്കുകയാണ്. അടുത്ത്, ഇറ്റ് ഹാസ് മെയ്ഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ അൺകംഫർട്ടബിൾ. പലർക്കും ഇതൊരു അസ്വസ്ഥത ഉണ്ടാക്കി എന്ന് മനസ്സിലാകുന്നു. ഇറ്റ് ഹാസ് ട്രിഗേർഡ് സോ മെനി പീപ്പിൾ ദാറ്റ് ഐ വാണ്ട് പീസ്, സേഫ്റ്റി ആൻഡ് നോൺ വയലൻസ്. അതായത് താൻ പറഞ്ഞതിന് പുള്ളിക്കാരത്തി കുറച്ചുകൂടെ സാധൂകരിക്കണം. നേരത്തെ ഇട്ട പോസ്റ്റുകളിലൊക്കെ പുള്ളിക്കാരത്തി പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ പോകൂ പ്ലീസ്, നിങ്ങൾ പ്രശ്നത്തിന് നിൽക്കല്ലേ, ഇങ്ങനെ ഇതിന് അടിയുണ്ടാക്കാൻ നിൽക്കല്ലേ, നിങ്ങൾ മരിച്ചു പോകും, അങ്ങനെ ഒരു ചത്തുപോയിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യം, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് കെട്ടിക്കയറി പോകൂ എന്നൊക്കെയാണ് പുള്ളിക്കാരത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതാണ് അവിടെ എടുത്ത് പറയണം. ഞാൻ അതല്ലേ പറഞ്ഞോളൂ, അതിനപ്പുറം നിങ്ങളെന്തിനാ എന്നെ അടിക്കാൻ കയറുന്നതെന്നാണ് ചോദ്യം. അടുത്തതാണ് ഏറ്റവും മോസ്റ്റ് ആൻഡ് വൾഗർ, അവളുടെ ഉള്ളിലുള്ള ആ റിയൽ ഫേസ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതിതാണ്, എ ഫെയിൽഡ് ഫിലിം മേക്കർ നൗ റൈറ്റിംഗ് എ 10-page സ്ക്രിപ്റ്റ് അബൌട്ട് മൈ 4-page പോസ്റ്റ്. എൻ്റെ 4 പേജ് പോസ്റ്റിനെ അയാളെടുത്ത് 10 പേജ് പോസ്റ്റ് പോലെയാക്കി സ്ക്രിപ്റ്റ് റൈറ്റിംഗ് നടത്തുന്ന ഒരു വൾഗർ സാധനം ഞാൻ കാണുന്നു എന്നാണ് പറഞ്ഞത്. ആഡിങ് ചില്ലി പൗഡർ ആൻഡ് അജിനോമോട്ടോ ടു മേക്ക് ഇറ്റ് ആൻഡ് അൺഹെൽത്തി ആസ് പോസിബിൾ. അതിനകത്തേക്ക് കുറച്ച് അജിനമോട്ടയും കുറച്ച് മുളക് പൊടിയും വാരിയിട്ട് അതിനെ അൺഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാക്കി ആളുകൾക്ക് കൊടുക്കുന്നു എന്നാണ്. അതായത് പുള്ളിക്കാരത്തിയുടെ കയ്യിൽ നിന്ന് പോയ സാധനത്തിന് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം പുള്ളിക്കാരത്തി പറയണത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിബി മലയിൽ എന്ന് പറയുന്ന ഫെയിൽഡ് ഫിലിം മേക്കർ, സിബി മലയിനെയാണ് പറയുന്നത് ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് പറഞ്ഞത്. സത്യത്തിൽ സിബി മെലനിൻ്റെ പേരിൽ സിബി മെലൻ്റെ മകനാണ് അത് ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് വായിക്കാം, അതിലേക്ക് പോകുന്നതിനുണ്ട്. Some are asking sarcastically if my 2 kids are safe now, reminding me that they are girls. Well, I know they are girls. So, അതായത് ആരൊക്കെ അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾക്ക് 2 പെൺകുട്ടികളല്ലേ എന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നാണ്. അവർ പെൺകുട്ടികളാണെങ്കിൽ എന്താ കുഴപ്പമെന്നാണ് തിരിച്ചു ചോദ്യം. അതൊക്കെ ചോദിച്ചെങ്കിൽ ബോറാണ് കേട്ടോ. കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ബ്ലാക്ക് മെയിലിംഗ് മീ ടു ചേഞ്ച് മൈ സ്റ്റേറ്റ്മെൻറ്റ്. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണോ എന്നുള്ള ആ ധാർഷ്ട്യ ചോദ്യമാണ് അവിടെ. യു ഹാവ് ടു ഫസ്റ്റ് ടച്ച് ദെയർ മമ്മ ബിയർ ഫോർ ദാറ്റ് യു ആർ മെസ്സിങ് വിത്ത് ദ റോങ് പേഴ്സൺ. എല്ലാ അമ്മമാരുടെയും ഒരു ടൈഗർ വേർഡാണിത്. നിങ്ങൾക്ക് എൻ്റെ കൊച്ചിനെ തൊടണമെങ്കിൽ എന്നെ തൊടേണ്ടി വരും. ഐ ആം എ ടൈഗർ, സോറി അവർ ബിയർ എന്നാണ് പറഞ്ഞത്, മമ്മ ബിയറാണ്. എന്നെ തൊട്ട ശേഷം മാത്രമേ എൻ്റെ മക്കളെ തൊടാൻ പറ്റുള്ളൂ. ആ പോട്ട് ഒരമ്മ മനസ്സല്ലേ നമുക്ക് അങ്ങ് വിട്ടുകളയാം. യു ഡോണ്ട് ഹാവ് ടു ഗീവ് മീ ഫ്രീഡം ഓഫ് സ്പീച്ച്, ഐ ഓൾറെഡി ഹാവ് ഇറ്റ് ആൻഡ് ഐ വിൽ യൂസ് ഇറ്റ്. അതൊരു ന്യായമായ കാര്യമാണ് പറഞ്ഞത്. അവർക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്, അതാണ് അവരോട് പറഞ്ഞത്, അത് അവർ യൂസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ കമൻറ്റ് സെക്ഷൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇത് പറയരുത്. കാരണം കമൻറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് അല്ലേ, അപ്പം നമുക്ക് അവിടെ പറയാൻ പറ്റും. അവിടെ അത് ക്ലോസ് ചെയ്ത് വെച്ചത് ബോർ പരിപാടിയായി പോയി എന്നുള്ളതാണ്. അത് നന്നായിട്ട് ഹേർട്ട് ചെയ്തു കേട്ടോ പേളിക്ക്, അതാണ് പ്രശ്നം. നോട്ട് യുവർ യൂഷ്വൽ പപ്പറ്റ്. നിങ്ങളുടെ ഒരു പപ്പറ്റായിട്ട് എന്നെ കിട്ടത്തില്ല. യൂഷ്വലി എല്ലാവരെയും പപ്പറ്റാക്കി വെക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, എന്നോടത് വേണ്ട എന്നാണ് പറഞ്ഞത്. ഐ ആം പേളി മാണി, ഞാൻ പേളി മാണിയാണ്. അത് ചെരിപ്പിലും കടുത്ത അക്ഷരത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആൻഡ് യെസ്, മൈ ഫേവറേറ്റ് കളർ ഈസ് സാഫ്രോൺ. ഐ തിങ്ക് ഐ ലവ് ഇറ്റ് ദ മോസ്റ്റ് ഓൺ അവർ ഇന്ത്യൻ ഫ്ലാഗ്. അതെ, ഞാൻ ഒരു ശങ്കിണിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഷപ്രോണാണ്. ശങ്കിണി എന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടെ ഇട്ടതാണ്. ചപ്രോണാണ്. മാത്രമല്ല അത് നമ്മുടെ ദേശീയ പതാകയിൽ ഉണ്ട് താനും. ഇനി നിങ്ങൾ എന്ത് ചെയ്യും മല്ലയ്യ എന്നാണ് അടുത്ത ചോദ്യം. ഒന്നും ചെയ്യാനില്ല, അനുഭവിച്ചോളി.
നമ്മൾ ഒന്നാം തരം സാധനമാണെന്ന്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ മറ്റേ പയ്യൻ വന്നൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവർ ചലഞ്ച് ചെയ്ത സ്ത്രീ, ഇവർ ചലഞ്ച് ചെയ്ത അയാളെ പറ്റിയിട്ടൊരു വീഡിയോ നമുക്കൊന്ന് കേൾക്കാം. നമ്മുടെ പേളിയമാണ് ചേച്ചി, നമ്മുടെ യൂട്യൂബിൽ ഈ വളിപ്പൊക്കെ അടിക്കുന്ന ഒരു ചേച്ചിയില്ലേ, പണ്ടത്തെ ബിഗ് ബോസ് റണ്ണറപ്പൊക്കെ ആയിട്ടുള്ള ആ പുള്ളിക്കാരി ഇന്ന് സിബി മലയിൽ സാറിനെ കുറിച്ച്, ലെജൻഡറി ഡയറക്ടർ, മലയാളത്തിലെ ലെജൻഡറി ഡയറക്ടർ സിബി മലയിൽ സാറിനെ കുറിച്ച് ഫെയിൽഡ് ഫിലിം മേക്കർ എന്നൊരു ആക്ഷേപം ഉന്നയിച്ചിരിക്കുകയാണ്. ആക്ച്വലി അദ്ദേഹത്തിന്റെ മകൻ ഇവർക്കെതിരെ ഒരു ചോദ്യം ഇറങ്ങി, ഇവർക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ ഇദ്ദേഹമാണെന്ന് കരുതി ഇവർ ഒന്ന് ആക്കാൻ നോക്കിയാണ്, ഒന്ന് ഇടിച്ചു തക്കാൻ നോക്കിയത് ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് പറഞ്ഞു. ഈ ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് അവകാശപ്പെടുന്ന സിബി മലയിൽ സാറ് ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഹിറ്റ് മൂവി, അദ്ദേഹത്തിന്റെ മൂവി തന്നെ ഹിറ്റായിരുന്നു 150 PO. 1985 അദ്ദേഹം ആ മൂവി സംവിധാനം ചെയ്യുമ്പോൾ നിങ്ങളുടെ അമ്മയുടെ വയറ്റിൽ നിങ്ങളൊരു ഭ്രൂണം പോലും ആയിട്ടില്ല. ഭ്രൂണമായിട്ടില്ലെന്നല്ല, നിങ്ങളുടെ അപ്പന്റെ അമ്മയുടെ ഞരമ്പെ പോലും നിങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടില്ല. അതിന് നിങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഇല്ല. അത് തന്നെയാണ് സത്യം. 1985 പുള്ളി ആദ്യത്തെ സിനിമ ചെയ്യുന്നത്. 4-5 ദശാബ്ദങ്ങളിലായിട്ട് ഹിറ്റ് സിനിമകളുള്ള ഒരു മലയാളം മൂവി ഡയറക്ടർമാരിൽ ഒരാളാണ് ശ്രീ സിബി മലയിൽ സാർ. മമ്മൂക്കയ്ക്കും ലാലേട്ടനും ഒക്കെ നാഷണൽ അവാർഡ് കിട്ടിയ മൂവീസ് ഒക്കെ ഇദ്ദേഹത്തിന്റെ സംഭാവനകളായിരുന്നു. അതുപോലെ ലെജൻഡറി മൂവി ഡയറക്ടറെയൊക്കെ ഫെയിൽഡ് ഫിലിം മേക്കർ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുമ്പോൾ ഒന്നോർക്കണം, അദ്ദേഹം മലയാള സിനിമയ്ക്ക് ചെയ്ത സംഭാവനകൾ തട്ടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കാല് കഴുകിയ വെള്ളം കുടിക്കാനുള്ള യോഗ്യത പോലും മാണിയുടെ മോൾക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി കുറെ വീഡിയോസ് ഒക്കെ ഇട്ട് ആൾക്കാർ കുറെ സപ്പോർട്ടൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഒരു തോന്നൽ ഉണ്ടായി കാണും ചേച്ചി പറയുന്ന എന്തും മലയാളികൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്തോളും, വെള്ളം വരാതെ വിഴുങ്ങിക്കോളും ഒക്കെ ഒരു വിചാരം ഉണ്ടായി കാണും. പക്ഷേ ഒന്ന് ഓർക്കണം, മലയാളികളാണ്. മലയാളികൾക്ക് കയറ്റി വെക്കുന്ന പോലെ തന്നെ നല്ല ഒന്നാമതായിട്ട് താഴെ കുത്തി ഇടാനും അറിയാം. ഓക്കെ, അതിപ്പം 1-2 ദിവസമായിട്ട് ചേച്ചി അറിയുന്നുണ്ടല്ലോ, മനസ്സിലാക്കുന്നുണ്ടല്ലോ. ആളറിഞ്ഞ് കളിക്കുക എന്നുള്ള ഒരു ഒറ്റ കാര്യം മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ ചേച്ചിയോട് പറയാനുള്ളൂ. ഓക്കെ, ഇനിയെങ്കിലും പ്രസ്താവനകൾ എത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ അത്ര വലിയ സംഭവമൊന്നും അല്ല എന്നുള്ള കാര്യം സ്വയം മനസ്സിലാക്കുക. നമ്മുടെ പേളിയമാണ് ചേച്ചി. അപ്പോൾ പുള്ളിക്കാരൻ ആ പറഞ്ഞതിനോട് എനിക്ക് നല്ല യോജിപ്പാണ്. കാരണം സിബി മലയിലിനെ പോലുള്ള ഒരു സംവിധായകനെ ഒരു കാരണവശാലും പറയാൻ പാടില്ലാത്ത ഒരു വളരെ വൾഗറായ ഒരു ഏറ്റവും വൃത്തികെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അവർ പറഞ്ഞത്. എന്തായാലും അതിനകത്ത് ആ കുട്ടി ഒരു മറുപടി ഇട്ടിട്ടുണ്ട്. ഹേയ് മാമ ബിആർ, ദാറ്റ് ഫെയിൽഡ് ഫിലിം മേക്കർ ഈസ് മൈ ഫാദർ. ചെക്ക് പ്രോപ്പർലി ബിഫോർ ഹൂ യു ആർ ഡീലിംഗ് വിത്ത്. നീ ആരോടാണ് എതിരിടുന്നത് എന്നുള്ളത് ചെറുതായിട്ട് നീ ഒന്ന് അന്വേഷിച്ചിട്ട് വേണം മാമത്തള്ളേ വരാൻ, അതായത് കരടിത്തള്ളേ വരാനെന്നാണ് പറയണത്. അല്ല, മാമത്തള്ളേ കരടിത്തള്ളേ എന്ന് പറയുമ്പോഴത്തേക്ക് അവരെ പറയണതാണ് കേട്ടോ, അവർ കരടി മാമയാണെന്ന്. ഹൗ ലേസി മസ്റ്റ് യു ബി ടു റീഡ് 7 slides? You expect 5.7 million followers to read your half-cooked diplomacy, and 7 slides is too much for you. Since you made it personal, let the games begin. That failed filmmaker didn't raise a son without a spine. എനിക്ക് നാട്ടിലുള്ള ഒരു മകനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പുള്ളിക്കാരൻ അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് വെല്ലുവിളിയാണ്. Unlike your father who raised a coward. നിന്റെ തന്തയെ പോലെ ഒരു ഭീരുവിനെയല്ല അദ്ദേഹം ഉണ്ടാക്കി വെച്ചത്, നല്ല നാട്ടിലുള്ളൊരു മകനെ തന്നെയാണെന്നാണ് പുള്ളിക്കാരൻ്റെ പറയുന്നത് കേട്ടോ. PS ഹിസ് നെയിം ഈസ് സിബി മലയിൽ. ബാക്കി ഞാൻ കണ്ടില്ല, എനിക്ക് ഇങ്ങനെയാണ് അതിൻ്റെ ഇത് ക്യാപ്ഷൻ കിട്ടിയിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് ദീക്ഷ പിടിച്ചു. സൂപ്പർ മറുപടി, കിഡിലോസ്കി മറുപടി, ചെക്കം പൊളിയാണ് കേട്ടോ, ഒരു 1.5 പൊളിയാണ്. കറക്റ്റായിട്ട് മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നാണം കെട്ടുകൂടി. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതോടുകൂടി എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പേളി സംഗണിയാ, അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ മണ്ടത്തരം പറയുമോ? സിബി മലയിനെയൊക്കെ ഫെയിൽഡ് എന്നൊക്കെ പറയുമോ? സിബി മലയൊക്കെ മോസ്റ്റ് സക്സസ്ഫുൾ ഡയറക്ടേഴ്സാണ്. ഹൗ കംസ്? അതെങ്ങനെയാണ് അദ്ദേഹം ഫെയിൽഡ് എന്നൊക്കെ ഇവളങ്ങ് തീരുമാനിക്കുക? കിളി പോയി കേട്ടോ പെണ്ണിന്. അതെങ്ങനെയാണ്? വിനാശകാലേ വിപരീത ബുദ്ധി എന്നല്ലേ, അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പേളിക്ക് മറ്റൊരു മുഖമുണ്ട് കേട്ടോ. പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, എപ്പോഴും നമ്മൾ പറയുന്നൊരു ഇതാണ്. എനിക്ക് മൂത്ത കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അത് ഞാൻ അതിൻ്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് ആ കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്, ക്യൂട്ട്നെസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പേളി കുട്ടികളെ വളർത്തുന്നതിൽ എന്തൊക്കെയോ പാകപ്പിഴകളുണ്ട് എന്ന് കുട്ടികളുടെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അത് ഞാനൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മൈ ഗോഡ്, എന്തുവായിരുന്നു ബഹളം, അങ്ങനെയല്ല ഇങ്ങനെയാണ് അങ്ങനെ അന്നേ മനസ്സിലായിരിക്കും നമുക്ക് ഡ്യുവൽ പേഴ്സണാലിറ്റി ആണെന്ന്. ആൻഡ് സെക്കൻഡ് തിങ്, ഈ ശ്രീനിഷിന് മറ്റൊരു അഫെയർ ഉണ്ടായിരുന്നു എന്നറിഞ്ഞിട്ടും ആ ബന്ധത്തിൽ നിന്ന് മാറാനോ ആ പെൺകുട്ടിക്ക് ഒരു സ്പേസ് കൊടുക്കാനോ ഒന്നും നിൽക്കാതെ ശ്രീനിസിനെ സ്വന്തമാക്കിയ ഒരു രീതി ഉണ്ടല്ലോ. ആ പെൺകുട്ടി ഇപ്പോഴും കല്യാണമൊന്നും കഴിക്കാൻ അവിടെ നിൽപ്പുണ്ട്. ശ്രീനിസാണ് അതിനകത്ത് യഥാർത്ഥ വില്ലനെങ്കിൽ പോലും പേളിക്ക് അതിനകത്തൊരു റോൾ ഉണ്ടായിരുന്നു, അത് ചെയ്തിട്ടില്ല. ഈ 2 കാര്യങ്ങളോട് ടാലി ചെയ്യുമ്പോൾ എനിക്ക് ചെറിയ രീതിയിലൊരു നീരസമുണ്ട് പേളിയുടെ അടുത്ത്. ബട്ട് ബിഗ് ബോസിൽ പുള്ളിക്കാരത്തി കാണിച്ചത് കുറേ ഫേക്ക് ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ
കുറച്ച് കഴിയേണ്ടി വന്നു. കാരണം അന്ന് ഇവളെ എതിർത്ത ആ പേപ്പട്ടി ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ തന്നെ പുറത്തു വന്നിട്ട് ഈ കാര്യം കൊണ്ടാണ് അവളെ എതിർത്തത് എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്കിതിൻ്റെ സീരിയസ് ആയിട്ടുള്ള ഒരു വേർഷൻ മനസ്സിലായത്. അതുവരെ നമ്മൾ വിചാരിച്ച ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു പെണ്ണിനെ ഇങ്ങനെ ആക്രമിക്കുന്നുണ്ടല്ലോ എന്ന്. ആക്ച്വലി അവർക്ക് ഇത്രയും ആക്രമണം കിട്ടാനുള്ള ഒരു റീസൺ ഈ ശ്രീനിഷിൻ്റെ ആ ബന്ധം കൂടെ ആയിരുന്നു എന്നുള്ളതായിരുന്നു. ആൻഡ് ദെൻ ഇപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ ഒരു സംഗിണി വേഷം എടുത്ത് കിട്ടുന്നതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒരു ഇൻകം ടാക്സ് റെയ്ഡൊക്കെ വന്നിരുന്നില്ലേ, അന്ന് ഫേവർ ചെയ്തതായിരിക്കാൻ, അന്ന് ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ട് പലതും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടാകാം, ഒന്നതാകാം. അതർവൈസ് സെക്കൻഡ് തിങ്, പല യൂട്യൂബേഴ്സിനെയും ഈ ഒരു യുദ്ധത്തിനകത്ത് BJP യുദ്ധത്തിനകത്ത് നിന്ന് CJPക്ക് എഗൻസ്റ്റ് പറയാൻ വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കുന്നൊരു ടൈം ഉണ്ടായിരുന്നു. അവരൊക്കെ ഫണ്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ബാക്കിയുള്ളൊരു ഫണ്ട് വാങ്ങിയെന്ന ഒരു ഇത് അവർ കൊണ്ടുവരുന്നത്. സോ അതിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടെങ്കിൽ ആ ഫണ്ട് നമ്മുടെ പെണ്ണുമ്പിള വാങ്ങിച്ചിട്ടുണ്ട്. പേളി പൈസ വാങ്ങിയിട്ട് തന്നെയാണ് ഈ സർക്കസ് കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊരു ട്വിസ്റ്റ് അടിക്കും. ആൻഡ് ഓൾമോസ്റ്റ് സംഘിക്ക് കേരളത്തിൽ കിട്ടുന്ന സ്വീകാര്യത എന്താണെന്ന് കോമൺ സെൻസിലുള്ളവർക്ക് മനസ്സിലാക്കും. അപ്പോൾ അവിടെയും ചാരാതെ ഇവിടെയും ചാരാതെ അവിടെയും തത്താതെ ഇവിടെയും തത്താതെ ഒരു തൂണിന്മേൽ കളി അല്ലെങ്കിൽ ഒരു ഞാണിന്മേൽ കളി പുള്ളിക്കാരത്തെ കളിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. കൂടുതൽ വിശേഷങ്ങൾ വീണ്ടും പറയാം. ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.